കേരള കോൺഗ്രസിന്റെ ജന്മമാണ് ഈ ക്രിസ്ത്യാനിക്ക് നാശം ഉണ്ടാക്കിയത്. കോൺഗ്രസും തകർന്നു. ഇനിയിപ്പം നരേന്ദ്രമോദി എന്ന ഒരു വ്യക്തിയെ കേന്ദ്രീകൃതമാണ് ഈ രാജ്യം. വിവാദ പുരുഷനായിരുന്നു. അതുകൊണ്ട് സംഭവിച്ചെന്ന് വെച്ചാൽ കോൺഗ്രസ് പോലുള്ള കക്ഷികളിൽ ക്രിസ്ത്യാനിയുടെ പ്രാമുഖ്യമേ നഷ്ടപ്പെട്ടു. ഒരു 5-6 വർഷം മുമ്പ് വരെ കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയൊരു വിവാദ പുരുഷനായിരുന്നു PC ജോർജ് എന്ന വ്യക്തി. പക്ഷേ എവിടെ വെച്ചാണ് അതിനൊരു ചെറിയൊരു മാറ്റം സംഭവിച്ചത്? അങ്ങനെയല്ല, അത് എന്താണെന്ന് ചോദിച്ചാൽ എപ്പോഴും ഞാൻ ഒറ്റയ്ക്കായിരുന്നു, ഒരിക്കലും ഒരു ഒറ്റയാനായിരുന്നു. അങ്ങനെ മുന്നോട്ട് പോയി. പിന്നെ അതിനകത്തുള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഒരു പരിധി കഴിഞ്ഞ് മനുഷ്യനല്ലേ ഇത്, അതാണ് അതിനകത്തെ പ്രശ്നം. ഈ ഓടി എത്താനുള്ള ബുദ്ധിമുട്ട്, എല്ലാ സ്ഥലങ്ങളും ഓടി എത്തുക. ഞാനിങ്ങനെ എല്ലായിടത്തും ഓടി എത്തുമായിരുന്നു. പീരുമേട് കൊച്ച് ആത്മഹത്യ ചെയ്തപ്പോൾ അവിടെ ചെന്നു, മതികെട്ടാമ്പല പ്രശ്നമുണ്ടപ്പോൾ അവിടെ ചെന്നു, മൂന്നാർ ഇഷ്യുണ്ടപ്പോൾ അവിടെ ചെന്നു, പിന്നെ നമ്മുടെ കാസർഗോഡ് നമ്മുടെ എൻഡോസൾഫാൻ, വയനാട്ടിലെ ആ മൃഗശല്യം, ഇതെല്ലാം പോവായിരുന്നു. അത് ഒരു 5-6 കൊല്ലമായിട്ട് അത് ഇത്ര യാത്ര ഞാൻ കുറച്ചെന്നുള്ളതല്ലാതെ ഞാൻ പിന്നെ കോൺട്രവേഴ്ഷ്യലായില്ല. അധികം വലിയ കോൺട്രവേഴ്ഷ്യലാകാതിരിക്കാൻ ഞാൻ ശ്രദ്ധിച്ചു. അതാണ് കാണുന്ന ഒരു വ്യത്യാസം. പക്ഷേ എൻ്റെ പ്രവർത്തനത്തിൽ യാതൊരു മാറ്റം ഞാൻ വരുത്തിയില്ല. രാഷ്ട്രീയ കാഴ്ചപ്പാടിലൊരു മാറ്റം വരുത്തി എന്താണെന്ന് വെച്ചാൽ എപ്പോഴും ഈ കേരള കോൺഗ്രസ് സംസ്കാരം എനിക്ക് അതിനോട് എതിർപ്പായി. കാരണം എൻ്റെ ചിന്തയിൽ കേരള കോൺഗ്രസിൻ്റെ ജന്മമാണ് ക്രിസ്ത്യൻ സമുദായത്തെ നശിപ്പിച്ചതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതാണ് എന്നെ ഒരു ചേഞ്ച്. അതാണ് പ്രത്യേകിച്ച് എന്താ കാര്യം എന്ന് ചോദിച്ചാൽ ഈ 15 MLA കൂടി അതിൽ ക്രിസ്ത്യാനിയാണല്ലോ, ക്രിസ്ത്യാനി നായരും. പക്ഷേ നായരെന്ന് പറയാൻ, നായർ സമുദായം എന്ന് പറയുന്നതിന് വലിയ കാര്യമില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ കേരള കോൺഗ്രസ് പേര് കൊടുത്തത് മന്നത്തപ്പന കേരള കോൺഗ്രസ്. പക്ഷേ സംഘടന ഉണ്ടായി, അതിൻ്റെ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞു, തിരുനക്കര സമ്മേളനം കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞപ്പം മന്നത്തപ്പൻ കേരള കോൺഗ്രസ് തള്ളി പറഞ്ഞു. കേരള കോൺഗ്രസ് തിരിച്ചു പോവുകയും ചെയ്തു, കോൺഗ്രസ്സിലേക്ക് പോയി. അപ്പോൾ പിന്നെ ക്രിസ്ത്യാനിയുടെ ഒരു സ്വന്തം പാർട്ടിയായിട്ട് മാറി. അതുകൊണ്ട് സംഭവിച്ചതെന്ന് വെച്ചാൽ കോൺഗ്രസ് പോലുള്ള കക്ഷികളിൽ ക്രിസ്ത്യാനിയുടെ പ്രാമുഖ്യമേ നഷ്ടപ്പെട്ടു. PT ചാക്കോയുടെ കാലം വരെ PT ചാക്കോ കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രി അയാളാണ്, കോൺഗ്രസിൻ്റെയാണ്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വന്നപ്പം ശങ്കർ പിന്നെ വന്നുകൊണ്ട്, ഇല്ലെങ്കിൽ ചാക്കോ മുഖ്യമന്ത്രിയാണ്. അങ്ങനെ ക്രിസ്ത്യാനിക്ക് അത്രമാത്രം പ്രോമിനൻസ് ഉണ്ടായിരുന്ന കോൺഗ്രസ്സിൽ ആരും അല്ലാതായി ക്രിസ്ത്യാനി. അത് ഞാനിങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ ഏതായാലും കേരള കോൺഗ്രസിൻ്റെ ജന്മമാണ് ഈ ക്രിസ്ത്യാനിക്ക് നാശം ഉണ്ടാക്കിയത്. ഇപ്പോഴത്തെ നില തന്നെ ക്രിസ്ത്യാനി എന്ന് പറയാൻ MLA പോലും ഇല്ലെന്നായി. ക്രിസ്ത്യാനി എന്ന് പറയുന്നതിന് ഒരു വിധത്തിൽ അംഗീകാരമില്ലെന്നായി. ഒരു ഔദ്യോഗികമായിട്ട് കണക്ക് നോക്കിയാൽ ഈ ജനസംഖ്യയുടെ കുറവ് ഉള്ളതുപോലെ തന്നെ ഉദ്യോഗസ്ഥ ലെവലിൽ നോക്കിയോളൂ, ഒരു സ്ഥലത്തും ഈ ക്രിസ്ത്യാനിക്ക് ഒരു പ്രാതിനിധ്യമില്ല, രാഷ്ട്രീയ മേഖലയിലില്ല. നിയമസഭ നോക്കിയാൽ MLA ഉണ്ടെങ്കിൽ പോലും അത് കണക്കാതും. ഒരു ക്രിസ്ത്യാനി എന്ന് പറയാൻ പറ്റുന്നവനും ക്രിസ്ത്യൻ പേരുകാരുണ്ടെന്നേ ഉള്ളൂ. അതുകൊണ്ട് കേരള കോൺഗ്രസ് പിരിച്ചുവിടണമെന്ന അഭിപ്രായക്കാരനാണ്. ഞാനത് പരസ്യമായിട്ട് പറഞ്ഞു. അത് കഴിഞ്ഞാണ് ഞാൻ ഈ ഒരു മാറിയത്. കഴിഞ്ഞ് ഞാൻ ഒരു മാറിയെന്ന് പറഞ്ഞാൽ വളരെ കേരള ജനപക്ഷം എന്ന പാർട്ടി പേര് കൊടുക്കാൻ കാണാം. ജനപക്ഷം സെക്യുലർ എന്ന് പേര് കൊടുത്ത് അങ്ങനെ ഞാൻ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ആ നിലയിൽ തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇങ്ങനെ ഒരു പാർട്ടിയായിട്ട് പോകണം എന്നൊരു ചർച്ചയുണ്ട് പാർട്ടിക്കകത്ത്. ഇപ്പോഴത്തെ നില എന്താണെന്ന് വെച്ചാൽ ഓൾ ഇന്ത്യ ലെവലിലാണ് നോക്കുമ്പോൾ കോൺഗ്രസും തകർന്നു. ഇനിയിപ്പം നരേന്ദ്രമോദി എന്ന ഒരു വ്യക്തിയെ കേന്ദ്രീകൃതമാണ് ഈ രാജ്യം, ഇന്ത്യൻ രാഷ്ട്രീയം. സ്വാഭാവികമായിട്ട് അദ്ദേഹം BJPയുടെ നേതാവെന്ന നിലയിൽ BJPയുടെ ഒരു കാലഘട്ടമാണിനി. ഒരു 10 കൊല്ലത്തേക്ക് മോദി എന്ന വ്യക്തിയിൽ നിന്ന് ഈ ഇന്ത്യയെ മറ്റൊരു രാഷ്ട്രത്തേക്ക് ചിന്തിക്കാൻ ആർക്കും കഴിയില്ല. ജനം മുഴുവൻ അങ്ങനെ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു. എന്തുകൊണ്ടങ്ങനെ അവരുമായി ചിന്തിച്ചുകൂടാ എന്നൊരു അഭിപ്രായമാണിപ്പോൾ പാർട്ടിക്കകത്തുള്ളത്.